ഞാൻ ഇന്ന് ഒരു യൂട്യൂബിലുള്ള ഒരു പിന്നെ ഇത് കേട്ടു, രണ്ടാള് തമ്മിലൊരു ഇന്റർവ്യൂ. അപ്പൊ അതിൽ ഒരാൾ വാദിക്കണം എന്താ വെച്ചാൽ ഒരു മനുഷ്യനും മാറാൻ പറ്റൂല. അയാൾ വാദിക്കും ഓരോ മനുഷ്യനും ഓരോ പ്രകൃതി ഉണ്ട്, ഓനായി തന്നെ നിൽക്കുന്ന കാലാകാലം. അപ്പൊ അടുത്ത ആൾ പറഞ്ഞത് മാറുന്നാണ്. അപ്പോ മനുഷ്യന് മാറാൻ പറ്റൂല എന്ന് അയാൾ പറയണത് എന്തിനാ വെച്ചാൽ ഈ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലൊക്കെ എന്താ വെച്ചാൽ ഒരു ഭർത്താവ് എങ്ങനെയാണ് ഓൻ അങ്ങനെ തന്നെ കാരണം, ഭാര്യ എങ്ങനെയാണ് അവൾ അങ്ങനെ തന്നെ കാരണം, ഓൾ നേരാവെന്ന് വിചാരിച്ച് വെറുതെ കാത്തുത്തിരിക്കേണ്ടത് 100% തെറ്റാണ്. 100% തെറ്റാണ്. അതായത് മനുഷ്യനെ മാറാൻ പറ്റും, അത് മനുഷ്യന് മാറാൻ പറ്റും, സമ്പൂർണമായി മാറാൻ പറ്റും. മാറാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ ഈ ഖുർആനും റിസാലത്തിനും പ്രവാചകന്മാർക്കൊന്നും ഒരടിത്തറിയില്ല. പക്ഷെ മനുഷ്യന് ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ മാറൂ. ഞമ്മക്കണ്ട് മനസ്സിലാകണം എനിക്ക് മാറേണ്ടതുണ്ട് എന്ന് ഞമ്മക്കണ്ട് മനസ്സിലായി ബോധം വന്ന് മാറിയാൽ നമ്മൾ മാറും. ആ മാറ്റത്തിനെ തടഞ്ഞു വെക്കാൻ ആർക്കും എന്ത് ചെയ്യൂല, പറ്റൂല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ചില തീരുമാനങ്ങൾ എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, മാറി നിൽക്കണം. ഇനി ഞാൻ പറഞ്ഞ ഇങ്ങനെ നമുക്കൊക്കെ ഇങ്ങനെ സാധിക്കുകയാണെങ്കിൽ, ഏത് തെറ്റുകളൊന്ന് മാറി നിന്ന് നല്ലൊരു ജീവിതം സാധിക്കുകയാണെങ്കിൽ അതിന്റെ ഗുണം എങ്ങനെയാണ്? അതിന്റെ ഗുണം നിങ്ങളെ ചാരി നിൽക്കുന്നവർക്കെല്ലാം അത് അനുഭവപ്പെടും. എല്ലാവർക്കും, നിങ്ങളെ പാരൻസിന് നമ്മളൊരു ബുദ്ധിമുട്ടാവില്ല, നമ്മളൊരു സമാധാനമായിരിക്കും. നമ്മളാ ശരിയായ വഴിയിലേക്ക് വരുന്നതോടുകൂടെ നമ്മുടെ പാരൻസ്, കാരണം എന്താ പറയുക, നമ്മളെല്ലാവരോടും പെരുമാറുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്ക് പിന്നിലും നമ്മുടെ മാനസികാവസ്ഥക്ക് വലിയ പങ്കുണ്ട്. നമ്മൾ സ്വസ്ഥരല്ലെങ്കിൽ, നമ്മുടെ മനസ്സ് നിർഭയത്വത്തിലും സന്തോഷത്തിലും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇറിറ്റേഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. കുട്ടികളോടും മക്കളോടും ഭാര്യനോടും വാപ്പനോടും ഉമ്മനോടും ഒക്കെ പ്രകടിപ്പിക്കും. നമ്മൾ സ്വസ്ഥതയിലും സമാധാനത്തിലാണെങ്കിലോ ആ ഒരു സമാധാനം നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്കും എന്ത് ചെയ്യും, ലഭിക്കും. നമ്മുടെ ഭാര്യക്ക് കിട്ടും, മക്കൾക്ക് കിട്ടും, എല്ലാ ആളുകൾക്കും കിട്ടും. ഇപ്പൊ ജീവിതത്തിൽ നമുക്ക് ആ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ആദ്യം സ്വയം മാറണം. ആ മാറ്റം നമുക്കൊരു ആസ്വാദനമായും അനുഭവമായും സന്തോഷമായും വരും. അത് മറ്റുള്ളവർക്കും നമ്മളിൽ നിന്ന് അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുള്ളതാണ്.